ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം ഇന്നലെ നമ്മൾ വായിച്ചു. ഇന്ന് 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ പെസഹായുടെ ആചരണത്തെ പറ്റിയാണ് നമ്മൾ കണ്ടത്. കടിഞ്ഞൂൽ സംഹാരം യഹോവയായ ദൈവം മിസ്രയീമിൽ ഇത് നടത്തുന്നു. അതിനുശേഷം അത് നിത്യനിയമമായി ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നാലും അവരത് അവിടെ വെച്ച് നടത്തണമെന്ന് യഹോവയായ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കാണുന്നത് മനുഷ്യനായാലും മൃഗമായാലും എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യരിലും ആദ്യജാതനെ യഹോവയ്ക്കായി വേർതിരിക്കണമെന്നുള്ളതാണ്. അത് ആണൊക്കെയും ആദ്യജാതന്മാരെ ജനിക്കുന്ന ആണൊക്കെയും യഹോവയ്ക്ക് അത് വേർതിരിക്കുകയും ദൈവത്തിനായിട്ട് അതിനെ സമർപ്പിക്കുകയും ചെയ്യണം. അതിനുശേഷം പറഞ്ഞു, ഈ എല്ലാ വർഷവും ആബീബ് മാസം, ഈ മാസം നിങ്ങൾ ഈ പെരുന്നാളായിട്ട് ആഘോഷിക്കണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിപ്പുണ്ടാകാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 7 ദിവസത്തെ വലിയ പെരുന്നാളാണ്. നിങ്ങളുടെ രാജ്യത്ത് പോലും, നിങ്ങളുടെ ഭവനങ്ങളിലോ രാജ്യത്ത് വന്ന് പുളിപ്പുണ്ടാകാനായിട്ട് പാടില്ല. ആ പ്രദേശത്തൊന്നും നിങ്ങൾ പാർക്കുന്ന ഒരിടത്ത് പുളിപ്പുണ്ടാകാൻ പാടില്ല. കാരണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ വലിയ വിടുതലിൻ്റെ യഹോവയായ ദൈവം ഞാനാണ് നിങ്ങളെ വിടുവിച്ചതെന്ന് നിങ്ങളത് ഓർക്കണം. നിങ്ങളുടെ മക്കളോട് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഓരോ വർഷവും ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്തിന് നമ്മളിത് ചെയ്യുന്നു എന്ന് നിൻ്റെ മക്കൾ ചോദിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളാൽ നടത്തതായ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് നീ അവരെ ഓർമ്മപ്പെടുത്തണം. പിന്നീട് അതിൽ പറഞ്ഞു, നിൻ്റെ കയ്യിൽ അടയാളമായും അത് നിൻ്റെ കണ്ണുകളുടെ നടുവിൽ ഒരു ജ്ഞാപക ലക്ഷ്യമായും അത് ഇരിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇത് നീ ഓർക്കണമെന്നുള്ളതായ വലിയൊരു സത്യമാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അങ്ങനെ അതിനെ വീണ്ടുകൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് അതിനെ കൊന്നുകളയണം. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ആദ്യജാതന്മാരെ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോൾ അശുദ്ധ മൃഗത്തെയോ അശുദ്ധ മത്സ്യത്തെയോ അശുദ്ധ പക്ഷിയൊന്നും കൊണ്ടുവരാനാവില്ല. കഴുത അശുദ്ധ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പം അതിനെ യാഗമർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന് പകരം ഒരാടിനെ യാഗമായി അർപ്പിക്കണം. അങ്ങനെ കഴുതയെ വീണ്ടുകൊള്ളണം. അങ്ങനെ വീണ്ടുകൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലെ കഴുത്തൊടിച്ച് അതിനെ കൊന്നുകളയണമെന്നാണ്. പ്രിയമുള്ളവർ, ഇതെന്തെന്നറിയുമോ? ഈ കഴുതയെ വീണ്ടെടുക്കുന്നത് ഗുണമില്ലാത്ത ഒരു കുഞ്ഞാടാണ്. അതായത് നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവറിയിൽ യാഗമാകാൻ പോകുന്നതിൻ്റെ സൂചനയായി, നിഴലായി യഹോവയായി ദൈവം ഇത് കൽപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഓശാന ദിവസം വാഹനമേറുവാൻ കർത്താവ് ആവശ്യപ്പെട്ടത് ഒരു കഴുതക്കുട്ടിയാണ്. സാധാരണ രാജാക്കന്മാർ വാഹനമേറുന്നത് ശക്തിയുടെ പ്രതീകമായ ആഠ്യത്തിൻ്റെ ആഡംബരത്തിൻ്റെ പ്രതീകമായ കുതിരമേലാണ്. പക്ഷേ യേശു എന്ന രാജാവ് വാഹനമേറിയത് കഴുതയുടെ മേലാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ഗ്രാമത്തിൽ ചെല്ലണം. കെട്ടപ്പെട്ട ഒരു കഴുതയെ നിങ്ങൾ കാണും. അതിനെ നിങ്ങൾ അഴിക്കണം. അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ ചോദിക്കും, എന്തിനാണ് ഈ കഴുതയെ നിങ്ങൾ അഴിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോഴവർ അതിനെ വിട്ടയക്കും. അങ്ങനെ അവർ ചെന്നു. കെട്ടപ്പെട്ട കഴുതയെ കണ്ടു അഴിച്ചപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥർ ചോദിച്ചു, എന്തിനാണ് ഇതിനെ അഴിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവരതിനെ വിട്ടയക്കുകയാണ്. പ്രിയമുള്ളവർ, ഏതാണ് ഈ കെട്ടപ്പെട്ട കഴുത? പാപത്താൽ ബന്ധിതനായ മനുഷ്യനെയാണ് ഇവിടെ കെട്ടപ്പെട്ടതായ കഴുത സൂചിപ്പിക്കുന്നത്. മനുഷ്യവർഗം മുഴുവൻ പാപമുഖാന്തരം അശുദ്ധ മൃഗത്തിന് തുല്യമായി മാറ്റപ്പെട്ടു. അവരെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ ഗുണമില്ലാത്തൊരു കുഞ്ഞാട് യാഗമായി തീരേണ്ടതായി വന്നു. അതിനുവേണ്ടി സ്വർഗത്തിലെ പിതാവ്
ഭൂമിയിലേക്ക് അയച്ച ആ മൂലമില്ലാത്ത കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് യേശുവിനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഏറ്റുപറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അതിനെ വീണ്ടുകൊള്ളണം. മനുഷ്യന് വേണ്ടിയും ആദ്യജാതന്മാർക്ക് വേണ്ടി മൃഗത്തെ യാഗമർപ്പിച്ച് അവരെയും വീണ്ടെടുക്കണമെന്ന് അതിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇനിയും നിങ്ങളുടെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും അപ്രകാരം തന്നെ നിങ്ങൾ വീണ്ടെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം ഇവരെ കൊണ്ടുപോയത് ഫെലിസ്ത്യ ദേശത്തോട് കൊണ്ടുപോയില്ല. ഫെലിസ്ത്യ ദേശത്തോട് കൊണ്ടുപോയി കഴിഞ്ഞാൽ യുദ്ധം കാണുമ്പോൾ ജനം ഭയപ്പെട്ടിട്ട് വീണ്ടും മിസ്രൈമിലേക്ക് അവർ തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് അവരെ ആ ചെങ്കടലിൻ്റെ ആ തീരത്തുകൂടി മരുഭൂമിയിലൂടെയാണ് ദൈവം അവരെ വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് ആ യാത്രയ്ക്ക് 40 വർഷം അവർക്ക് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫെലിസ്ത്യ ദേശത്തൂടെ ഉള്ളതാണ് എളുപ്പവഴി. പക്ഷെ അതിലൂടെ ദൈവം അവരെ വിടുന്നില്ല. യുദ്ധം കാണുമ്പോൾ ജനം ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അവരെ ആ മരുഭൂമിയിലൂടെ യഹോവയായ ദൈവം അവരെ ഇങ്ങനെ വഴി നടത്തുന്ന കാര്യമാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. മാത്രമല്ല, ആ സമയത്ത് അവരവിടെ നിന്ന് പോരുന്നതായ സമയത്ത് ജോസഫിൻ്റെ അസ്ഥി കൂടി എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നേരത്തെ ജോസഫ് ഇത് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വരുന്ന കാലത്ത് എൻ്റെ അസ്ഥി കൂടി കൊണ്ടുപോയി എൻ്റെ പിതാക്കന്മാരുടെ കബറിടത്തിൽ എന്നെ സംസ്കരിക്കണമെന്ന് അവർ മിസ്രൈമിൽ വരാൻ കാരണക്കാരനായ ആ ജോസഫ് പറഞ്ഞവർ ഓർക്കുകയും ആ നീതിമാനായ ജോസഫിൻ്റെ അസ്ഥികളുമായിട്ടാണ് അവർ യാത്ര പോകുന്നത്. നമ്മുടെ വായിക്കുന്നു, അങ്ങനെ യാത്ര പോകുമ്പോൾ യഹോവയായ ദൈവം അവരെ വഴി നടത്തിയ 2 മാർഗങ്ങൾ കാണുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും യഹോവയായ ദൈവം അവരെ വഴി നടത്തുകയാണ്. പകൽ അതിശക്തമായ ചൂടാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, തണലൊട്ടുമില്ല. ആ സന്ദർഭങ്ങളിൽ അവർ ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് മുകളിൽ മേഘസ്തംഭമായി യഹോവയായ ദൈവം അവർക്ക് വലിയ ഒരു തണൽ അവിടെ നൽകുകയാണ്. രാത്രി അവർക്ക് വെളിച്ചമില്ല, അഗ്നിസ്തംഭമായി ദൈവം അവർക്ക് പ്രകാശം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് അവരുടെ യാത്രയുടെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ ഒരു വശത്ത് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു നടത്തിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ജീവിതം. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ദുഃഖം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനേക പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ജഡം, ലോകം, പിശാച് ഇവ 3നോടുമുള്ള പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. രോഗങ്ങളുടെ, കഷ്ടങ്ങളുടെ, നഷ്ടങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ മറുവശത്ത് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരെ വഴിനടത്തിയതുപോലെ സർവശക്തനായ ദൈവം നമ്മളെ വഴിനടത്തുമെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. അതോർത്ത് ആ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. ഭയമില്ലാതെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും. ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂയാത്ര നമ്മുടെ ജീവിതയാത്രയുമായി താരതമ്യം ചെയ്ത് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.